മുഖത്ത് ചുടുചുംബനങ്ങൾ അനുഭവപ്പെട്ടപ്പോൾ കണ്ണുകൾ തുറക്കാതെ തന്നെ കൈകൾ കിടക്കയിൽ പരതി നോക്കി. ഇല്ല, എഴുന്നേറ്റ് പോയിട്ടുണ്ട്. അല്ല, ഈ സൂര്യന് നാണമില്ലേ എന്നെ രാവിലെ തന്നെ ചുംബിച്ചുണർത്താൻ? അല്ല, അതിനുവേണ്ടി കെട്ടിയ ഒരുത്തിയാണെങ്കിൽ ഇപ്പോൾ അടുക്കളയിലാവും. എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി വാള് പ്രണയിക്കുമ്പോൾ ഓരോ വാക്ക് തന്നിട്ടിപ്പോൾ വെച്ചിട്ടുണ്ട് ഞാൻ. രഞ്ജൻ, ദേവിക. സേവ് ദി ഡേറ്റ് ഫോട്ടോ കണ്ടപ്പോൾ അവന് ചിരി വന്നു. ചിലങ്കയും പിടിച്ച് നിൽക്കുന്ന നിൽപ്പ് കണ്ടാൽ ശോഭനയാണെന്നാ വിചാരം. അല്ല, അടുത്ത് നിൽക്കുന്ന ആൾ വയലിന് പിടിച്ച് നിൽക്കുന്ന കണ്ടാൽ ബാലഭാസ്കർ ആണെന്നാ വിചാരം. ദേവികയാണ് പറഞ്ഞത്. കുറച്ച് ഉറക്കെയായിപ്പോയി എന്ന് അപ്പോഴാണ് അവന് ബോധം വന്നത്. അയ്യോ ദേവു, അത് പിന്നെ നിന്നെ കാണാൻ ശോഭനയെ പോലെ. കയ്യിലുള്ള തവി ഉയർത്തിപ്പിടിച്ച് വരുന്ന അവളെ കണ്ടപ്പോൾ തന്നെ പറയുന്നത് നിർത്തി രഞ്ജനോടി കട്ടിലിൻ്റെ മുകളിൽ കൂടി മറുവശത്തേക്ക് ചാടി. നിക്ക് രഞ്ജി, നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇടി പെണ്ണേ, നീ എന്നെ പേര് വിളിക്കുന്നു. ഇതാദ്യമായിട്ടാണോ ഞാൻ പേര് വിളിക്കണേ? അല്ലല്ലോ, പിന്നെ ഇപ്പം ഇത്ര പ്രശ്നം? അപ്പോഴും അവനെ പിടിക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്ന് തിരിഞ്ഞതും ദേവു കട്ടിലിലേക്ക് വീണതും ഒരുമിച്ചായിരുന്നു. അയ്യോ! രഞ്ജൻ വേഗം അവളുടെ അടുത്തേക്കിരുന്ന് വേദന കൊണ്ട് ചുളിയുന്ന മുഖത്ത് പതിയെ ചുണ്ടുകൾ ചേർത്തു. പെട്ടെന്ന് ദേവു അവൻ്റെ ചെവിയിൽ പിടിച്ചു തിരിച്ചു. മോനെ, ശോഭന എന്തോന്നാ എൻ്റെ കുട്ടി പറഞ്ഞു? ഒന്നുകൂടെ പറഞ്ഞ്. ദേവു വിടു, ദേവു വേദനിക്കുന്നു. പെണ്ണെ സോറി, എൻ്റെ മുത്തല്ലേ, പ്ലീസ്. അങ്ങനെ വഴിക്ക് വാ. അല്ല, അപ്പോൾ നീ വീണതല്ലേ, അഭിനയിച്ചതാണോ? വിഷമത്തോടെയുള്ള അവൻ്റെ ചോദ്യം കേട്ട് ദേവിക ചിരിക്കാൻ തുടങ്ങി. അതൊക്കെ ഓരോ അടവാണ് മോനെ. ഇനി എന്തൊക്കെ നമ്പർ നീ കാണാനിരിക്കുന്നു? എടി കാന്താരി, പോടാ. അതും പറഞ്ഞ് തവി കൊണ്ടൊരു തല്ലും കൊടുത്ത് ഓടാൻ തുടങ്ങിയ ദേവികയെ രഞ്ജൻ കൈ പിടിച്ച് വലിച്ച് തൻ്റെ നെഞ്ചിലേക്ക് വലിച്ചിട്ടു. വിടടാ, അമ്മ അടുക്കളയിൽ തിരയുന്നുണ്ടാവും, പ്ലീസ്. ആരെ? നിന്നെയോ? അല്ല, തവി. ആ ദോശ മുഴുവൻ കരിഞ്ഞു പോയിട്ടുണ്ടാവും. ഞാൻ രഞ്ജി എഴുന്നേറ്റോ എന്ന് നോക്കാൻ വന്നതാ. അയ്യോ, എനിക്ക് വയ്യ. അതും പറഞ്ഞ് നെഞ്ചിൽ കൈ കുത്തി അകന്നു മാറാൻ ശ്രമിക്കുന്ന അവളെ ഒന്നുകൂടെ വയറിലൂടെ അവൻ ചുറ്റിപ്പിടിച്ചു. ദേവിക അവനോട് പറയുന്നതൊന്നും കേൾക്കാൻ നിൽക്കാതെ അവളുടെ ചുണ്ടുകൾ അവൻ ആവേശത്തോടെ നുകർന്നു. അവളും അവനിൽ അലിഞ്ഞു നിന്നു. മോളെ ദേവു. അമ്മ പെട്ടെന്ന് കയറി വന്നതും അവർ രണ്ടാളും ചമ്മലോടകന്നു നിന്നു. അത് മോനെ, അമ്മ. തവി മുറി വാതിൽ തപ്പിത്തടഞ്ഞ് വർത്തമാനം പറയുന്ന അമ്മയുടെ ഇടയിലൂടെ ദേവു താഴേക്ക് ഇറങ്ങി ഓടി. രഞ്ജൻ വേഗം ടവലെടുത്തിട്ട് അമ്മയെ നോക്കി പറഞ്ഞു. അതമ്മ, എന്നെ അവൾ വിളിക്കാൻ വന്നപ്പോൾ പെട്ടെന്ന് കണ്ണിൽ പൊടിയായാലും ശരി, വേറെ എന്തായാലും ശരി, വാതിലൊക്കെ ഒന്ന് അടച്ചേക്കണം. ഇവിടെ ബാക്കിയുള്ള എല്ലാവരുടെയും കണ്ണിൽ എപ്പോഴും പൊടിയിടാൻ പറ്റത്തില്ലല്ലോ. ചിരിച്ചുകൊണ്ട് ഇതും പറഞ്ഞ് ഇറങ്ങി പോകുന്ന അമ്മയെ വായും പൊളിച്ച് നോക്കി നിന്നു. വന്ന് അമ്മ വരെ ട്രോളാൻ തുടങ്ങി. ഏതു നേരത്താണോ? കുളിക്കാൻ കയറി വാതിലൊക്കെ അടച്ചു വെച്ച് രഞ്ജൻ പാട്ട് പാടാൻ തുടങ്ങി. കുളി കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും റൂമിൽ ദേവു ഉണ്ട്. കുളിമുറിയുടെ വാതിൽ തുറന്ന ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ അവളുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്ന പോലെ തോന്നി. എൻ്റെ അമ്മ, ഇതാര? നാഗവല്യോ? യാരത്? നീ എതർക്കാക വന്നേ? ഉന്നെ കൊൽറതുക്ക്? അല്ല പിന്നെ, ഞാൻ എത്ര തവണ പറഞ്ഞു വിടാൻ? കേട്ടില്ലല്ലോ. ഇപ്പം അമ്മയുടെ മുന്നിൽ നാണം കെട്ടു. അമ്മ എന്ത് വിചാരിച്ച് കാണും? പിന്നെ അമ്മ എന്നോടൊന്നും മിണ്ടിയില്ല. ഇതിനെല്ലാം നീയാണ് കാരണം. ഇത് പറയുമ്പോൾ അവളുടെ മുഖത്ത് മിന്നി മറയുന്ന പാവങ്ങൾ ഒപ്പിയെടുത്തുകൊണ്ട് നിൽക്കുന്ന രഞ്ജനെ കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യം കൂടി. കട്ടിലിലുള്ള തലയിണയെടുത്ത് അവന് നേരെ ഒറ്റ ഏറു കൊടുത്തു. അത് നേരെ അവൻ്റെ മുഖത്ത് തന്നെ കൊണ്ടു. പെട്ടെന്ന് ശ്രദ്ധിക്കാത്തത് കൊണ്ട് അവൻ ഒഴിഞ്ഞു മാറാനും പറ്റിയില്ല. അതിൻ്റെ വക്ക് കണ്ണിൽ കൊണ്ടതും അവന് ദേഷ്യം വന്നു. എന്താ ദേവിക ഇത്? ഞാൻ നിന്നെ നോക്കിയാൽ ഒന്ന് തൊട്ടാലൊക്കെ നിനക്കിപ്പോൾ ഇത്ര പ്രശ്നം? ഞാൻ വേറെ ആരെയും അല്ലല്ലോ, നിന്റെ ഭർത്താവ് തന്നെയല്ലേ. ഇപ്പോൾ അമ്മ കണ്ടാൽ തന്നെ എന്താണ്? മനുഷ്യനെ ഉപദ്രവിക്കാൻ വേണ്ടി ഓരോന്ന് വന്നോളും. ഏത് നേരത്താണ് ഈശ്വര ഇതിനെ ഞാൻ പ്രേമിച്ചത്? അവൻ്റെ ദേഷ്യം കണ്ടപ്പോൾ ദേവുവിന് പേടിയായി. ഇത്രയും അവന് വേദനിക്കുമെന്ന് കരുതിയില്ല. പെട്ടെന്നൊരു തമാശ പോലെ ചെയ്തതാണ്, കൂട്ടുകാരെ പോലെ. പക്ഷെ ദേവിക എന്ന വിളി ഇതുവരെ അങ്ങനെ വിളിക്കാറില്ല ഇപ്പോൾ. ഞാൻ സോറി രഞ്ജി, അറിയാതെ, നാണം കൊണ്ട് പറഞ്ഞുകൊണ്ട് അടുത്തേക്ക് ചെന്ന കണ്ണുകളിൽ ഊതാൻ നിന്നപ്പോൾ രഞ്ജൻ അവളുടെ കൈകൾ തട്ടി മാറ്റി. അവൻ്റെ പ്രവൃത്തി അവളിൽ ഞെട്ടലുണ്ടാക്കി. ഇസ്തിരിയിട്ട് വെച്ച ഷർട്ടും പാൻറ്റും ഇട്ട് ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ താഴേക്ക് ഇറങ്ങിപ്പോകുന്ന അവനെ ദേവു കണ്ണീരോടെ നോക്കി നിന്നു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അവൻ്റെ പിന്നാലെ ഇറങ്ങി ചെന്നപ്പോഴേക്കും അവൻ കാർ സ്റ്റാർട്ട് ചെയ്തു പോയിരുന്നു. അവന് വേണ്ടി ഉണ്ടാക്കിയ ആഹാരം നോക്കി ദേവു നെടുവേർപ്പെട്ടു.
ഇന്നിതെന്താ ഇങ്ങനെ? കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് തന്നെ അടികൂടി തുടങ്ങി. അയ്യേ, ഞാനൊരു പൊട്ടി. അതിന് കിട്ടിയത് അതിലേറെ ഒരു പൊട്ടൻ. നിക്കിങ്ങി വരട്ടെ. എന്തായാലും ഓഫീസിൽ പോകില്ല. പിന്നെ എങ്ങോട്ടാവും പോയത്? ഇയാൾ എന്ത് മനുഷ്യനാ? പ്രേമിക്കുന്ന സമയത്തില്ലാത്ത ദേഷ്യവും സ്വഭാവവും ഒക്കെയാണിപ്പോൾ. അമ്മ വന്ന് ചോദിച്ചു, എന്താ മോളെ അവൻ പോയോ? ഒന്നും കഴിച്ചില്ല. എന്തു പറ്റി? നിങ്ങളോട് അമ്പലത്തിൽ പോകാൻ പറയണമെന്ന് കരുതിയതാണ്. അയ്യോ, അവൻ പോയല്ലോ. എന്താ മോളെ, നിങ്ങൾ തമ്മിൽ ഇപ്പം തന്നെ വഴക്ക് തുടങ്ങിയോ? ദേവുവിന് സങ്കടമായി. അവളും ഒന്നും കഴിക്കാതെ മുകളിലേക്ക് നടന്നു. കല്യാണത്തിൻ്റെ ഫോട്ടോ കുറേ എണ്ണം ഫോണിൽ ആരൊക്കെ അയച്ചിട്ടുണ്ട്. അതൊക്കെ നോക്കിയിരുന്നു. അതേസമയം കാറിലിരുന്ന് രഞ്ജൻ ചിരിക്കുകയായിരുന്നു. എൻ്റെ അമ്മോ, വെറുതെ ഒരു ചെറിയ കാര്യം പറഞ്ഞ് വഴക്കിട്ടിറങ്ങിയത് നന്നായി. ഇല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ പൊട്ടിത്തെറി ഉണ്ടായേനെ. ഇന്നലെ അവൾ പറഞ്ഞതാണ് മുല്ലപ്പൂ വേണം അമ്പലത്തിൽ പോകുമ്പോഴെന്ന്. ഇന്ന് അമ്പലത്തിൽ പോകണമല്ലോ, അത് ഓർത്തില്ല. ഇനി അതും ചൊല്ലി അടി കൂടാൻ വരും. അപ്പോൾ അത് വാങ്ങാനുള്ള വഴിയായിരുന്നു. ഞാൻ ആരാ മോൻ? കാറിൽ നിന്നും ഇറങ്ങി പൂക്കടയിൽ നിന്നും 6 മുഴം മുല്ലപ്പൂമാല വാങ്ങുമ്പോൾ മനസ്സ് മുഴുവൻ അവളായിരുന്നു. അവളുടെ സൗന്ദര്യമായിരുന്നു. അതും വാങ്ങി തിരികെ കാർ ഓടിക്കുമ്പോൾ അവളുടെ കണ്ണുകളിൽ വഴക്ക് പറഞ്ഞപ്പോൾ കണ്ട നേർത്തിളക്കം മനസ്സിന് നീറ്റിലുണ്ടാക്കി. വീട്ടിൽ അവളെ അതേ അവസ്ഥയിലായിരുന്നു. എന്നാലും ഇയാൾ എന്തിനാ എന്നോട് ദേഷ്യപ്പെട്ടത്? എനിക്കൊരു പിടിയും ഇല്ലല്ലോ. ചേ, അമ്മ അമ്പലത്തിൽ പോകണമെന്ന് പറയാൻ വന്നതാണ്. അമ്മ എന്ത് വിചാരിച്ച് കാണും? കല്യാണത്തിൻ്റെ അടുത്ത ദിവസം തന്നെ കല്ലുകടിയായെന്ന് കരുതി കാണും. ഒന്നും വേണ്ടായിരുന്നു. വെറുതെ ഞാൻ ആ തലേണ എറിഞ്ഞു. എന്നെ തല്ലാൻ ആളില്ല. സ്വന്തം തലയെ കുഴുക്കിക്കൊണ്ട് പരിഭവം പറയുന്ന ദേവികയെ കണ്ടിട്ടാണ് രഞ്ജൻ കയറി വന്നത്. അകത്തവൻ കയറിയത് പോലും അറിയാതെ ഓരോന്ന് പറയുന്നത് കേട്ടപ്പോൾ അവന് ചിരി വന്നു. പതിയെ രഞ്ജൻ നടന്ന് അവളുടെ പിന്നിൽ പോയിരുന്നു. കാറ്റിൽ മുടിയിഴകൾ പാറി അവൻ്റെ മുഖത്തേക്ക് വീണു. കാച്ചിയ എണ്ണയുടെ മാദക ഗന്ധം അവൻ്റെ നാസികയിലേക്ക് അടിച്ചു കയറി. അവളുടെ കഴുത്തിൻ്റെ പിന്നിൽ ചുണ്ടുകൾ ചേർത്തപ്പോൾ ദേവു ഞെട്ടി എഴുന്നേറ്റു. അവനെ കണ്ടപ്പോൾ പെട്ടെന്ന് അവളുടെ മുഖം മാറി. കണ്ണുകൾ നിറഞ്ഞു. പക്ഷെ മിഴുനീർ കവിളുകളെ ചുംബിക്കാൻ സമ്മതിക്കാതെ തടഞ്ഞു നിർത്തുന്ന അവളെ കണ്ടപ്പോൾ രഞ്ജൻ ഒരുപാട് സങ്കടമായി. തിരിഞ്ഞു നിൽക്കുന്ന അവളുടെ പിന്നിൽ കൂടെ പോയി അരക്കെട്ടിലൂടെ രഞ്ജൻ ചേർത്ത് തന്നിലേക്ക് അടുപ്പിച്ചു. ദേവു അവനിൽ നിന്നും അകന്നു മാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഡീ, നിനക്കെന്താ പറ്റിയത്? അവൻ്റെ കൈകളെ വിടുവിച്ച് തിരിഞ്ഞു നിന്ന് രൂക്ഷമായി നോക്കുന്ന അവളെ കണ്ടപ്പോൾ അവന് ചിരി പൊട്ടി. എടോ, താൻ ചിരിക്കുന്നോ? എന്താ വിചാരം? എന്തിനാ രാവിലെ മുഖവും വീർപ്പിച്ചിറങ്ങിപ്പോയത്? തന്നെ തലേണിൽ വെച്ച് എറിഞ്ഞത് തനിക്കത്ര ദേഷ്യമായോ? പറ. ഡീ, നീ ഇങ്ങ് വാ, ഞാൻ പറയട്ടെ. ഇന്ന് നമുക്ക് അമ്പലത്തിൽ പോകണം. അപ്പോൾ എൻ്റെ കുട്ടിയുടെ ഈ കാർക്കോന്തയെ ചൂടാൻ ഇച്ചിരി പൂ വാങ്ങാൻ പോയതാടി. നിന്നോട് പറഞ്ഞാൽ ചിലപ്പോൾ നീ അടുത്ത അംഗം തുടങ്ങുമോ എന്ന് വിചാരിച്ചു. പറഞ്ഞു തരും മുൻപ് ദേവു അവനെ കെട്ടിപ്പിടിച്ചു. എന്നെ എന്നാലും ഇത്രയും വേദനിപ്പിച്ചെന്നെ. അതിനൊരു സമ്മാനം ഞാൻ തരുന്നുണ്ട്. എന്താടാ? ആർദ്രമായി പ്രണയം നിറഞ്ഞ ഒരു ചോദ്യത്തിന് അവൻ്റെ തോളിൽ ഒരു കടിയും കവളിൽ ഒരു ഉമ്മയും കൊടുത്തിട്ട് ദേവു ഓടി കുളിമുറിയിൽ കയറി. എടി കാന്താരി, ഇവിടെ വാടി. അയ്യോ, എന്തു വേദനയാണെടി ദുഷ്ടത്തി. കരയുന്നവൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവൾ ഓടി പുറത്തേക്ക് വന്നു. ദേവു നോക്കുമ്പോൾ കട്ടിലിൽ കിടന്ന് കരയുന്ന രഞ്ജനെ കണ്ടപ്പോൾ മനസ്സ് പിടഞ്ഞു. വേഗം ചെന്ന് അവൻ്റെ തോളിലെ മുറിവ് നോക്കി. വെറും ചുവന്ന നിറം മാത്രമാണ് അവൾക്ക് കാണാൻ കഴിഞ്ഞത്. രഞ്ജ, ഞാൻ നിനക്കൊരു ഓസ്കാർ തരട്ടെ? ഡി, എനിക്ക് ഓസ്കാർ ഒന്നും വേണ്ട. പക്ഷേ എനിക്ക് നിന്നെപ്പോലൊരു കുറുമ്പിയെ വേണം. മഹാഭാവി, നീ എന്നെ വഞ്ചിച്ച് വേറെ കെട്ടുമല്ലേ? തലയിൽ കൈവച്ച് തന്നെ നോക്കുന്ന രഞ്ജനെ നോക്കി അവൾ കണ്ണുരുട്ടി. ദൈവമേ, ഏത് സമയത്താണ് ഞാൻ ഈ പൊട്ടത്തിയെ കണ്ടുമുട്ടിയത്? എടി പൊട്ടത്തി, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. അയ്യടാ, എന്താ പൂതി നടക്കില്ല? അതെന്താ? സമയമാവട്ടെ, നമുക്ക് കുറച്ച് അടിച്ചു പൊളിക്കാം, എന്നിട്ടും മതി. എന്താ അമ്മച്ചി? അതെൻ്റെ 3-ാം തീയതി ആണെന്ന് അറിയത്തില്ല. ശരി, നിൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ, അല്ലാതെ ഞാൻ എന്ത് പറയാൻ. ശരി, നീ വേഗം പോയി റെഡി ആയിക്കേ, അമ്പലത്തിൽ പോകണം. പോകാലോ. ഞാനിതാ വരുന്നു. കൈയും കാലും മുഖവും കഴുകി വരാവേ. പിന്നെ എനിക്കൊരു സാരി എടുത്ത് വയ്ക്കാമോ പ്ലീസ്? കുളിമുറിയിലേക്ക് കയറിപ്പോകുന്ന അവളെ കുസൃതിയോടെ രഞ്ജൻ നോക്കി നിന്നു. കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് അലമാര തുറന്നു. അതിൽ അടുക്കി വെച്ചിരിക്കുന്ന സാരികളിൽ നിന്നും കരിമ്പച്ച നിറത്തിലുള്ള സാരി എടുത്ത് കട്ടിലിൽ വെച്ച് രഞ്ജൻ താഴേക്കിറങ്ങിപ്പോയി. അമ്മേ, ഞങ്ങൾ രണ്ടാളും കൂടെ അമ്പലത്തിൽ പോകുവാണ്. വരാൻ കുറച്ച് വൈകും കേട്ടോ. ഉച്ചയ്ക്കൊന്നും ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണ്ട. നന്നായി. നിന്നോട് രാവിലെ പറയാൻ വന്നതാ, അപ്പോഴേക്ക് നീ ഇറങ്ങിപ്പോയില്ലേ? അല്ല എൻ്റെ പൊന്നുമോൻ പൂവൊക്കെ വാങ്ങിയോ?
അമ്മ കണ്ടു. അവളുടെ മുഖത്തെ സന്തോഷത്തിന് ഒരു കുറവും വരുത്തല്ലേ മോനെ. അതൊരു പാവമ്മ. കുറേ നേരം ആ മുറിയിലിരുന്ന് കരയുന്ന കണ്ടു. ഇല്ല അമ്മക്കുട്ടി. അതും പറഞ്ഞ് അവൻ മുറിയിലേക്ക് നടന്നു. അവൻ പോകുമ്പോൾ സാരി ഉടുത്തുകൊണ്ടിരിക്കുന്ന ദേവുവിനെയാണ് കണ്ടത്. ഈശ്വര, ഈ പെണ്ണെൻ്റെ കൺട്രോൾ കളയുമല്ലോ. എന്ത് ഭംഗിയാടി പെണ്ണെ നിന്നെ കാണാൻ. മനസ്സിൽ അത് വിചാരിച്ചുകൊണ്ട് വാതിലിൽ ചാരി നിൽക്കുന്ന അവനെ ദേവു കണ്ടെങ്കിലും കാണാത്ത പാവത്തിൽ അവൾ അങ്ങനെ നിന്നു. കരിമഷി കണ്ണുകളിൽ എഴുതുന്ന അവളുടെ പ്രതിബിംബം കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് രഞ്ജൻ നിന്നു, കാമുകനെ പോലെ. മനസ്സിൽ എന്തെന്നില്ലാത്ത സന്തോഷം. കരിമ്പച്ച സാരിയിൽ അവൾ ഏറെ സുന്ദരിയായിട്ടുണ്ട്. തുളസിക്കതിർ ചൂടിയ കാർക്കൂന്തൽ വിടർത്തിയിട്ടിട്ടുണ്ട്. നിതംബം മറയ്ക്കുന്ന മുടിയിഴകൾ അവളുടെ ചലനങ്ങൾ കൊത്തു നീങ്ങുന്നുണ്ട്. കാതിലിട്ടിരിക്കുന്ന ജിമിക്കി കവിളുകളെ ഇടയ്ക്കിടെ ചുംബിക്കുന്ന കണ്ടപ്പോൾ അവൻ്റെ മനസ്സിൽ താനൊരു ജിമിക്കി ആയിരുന്നെങ്കിലെന്ന് ആശിച്ചുപോയി. ഡോ, വായി നോക്കി. ആരും കാണണ്ട ഇങ്ങനെ വായും പൊളിച്ച് ഭാര്യയെ നോക്കുന്നത്. ഓ, ഞാൻ എൻ്റെ ഭാര്യയല്ലേ നോക്കുന്നത്. കുഴപ്പമില്ല കേട്ടോ. എന്നാലേ മോനിങ്ങി വന്നേ. ഈ മുല്ലപ്പൂ ആ കൈകൾ കൊണ്ട് തന്നെ എനിക്ക് വെച്ചതായോ. വേഗം വാന്നേ, സമയമായി, വേഗം പോകാം. ദാ വന്നു. ഓ പിന്നെ ബസ് പിടിച്ച് വരേണ്ട ദൂരമാണല്ലോ എൻ്റെ രഞ്ജി. എന്തായത്, നീ വളരെ സ്ലോ ആണോ ട്ടോ. പിന്നെ ഈ പൂക്കൾക്ക് എന്താ സുഗന്ധം. പിച്ചിപ്പൂവല്ലേ? അതാ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള മുല്ല ഇതാണ്. എനിക്കറിയാടി പെണ്ണെ, അതല്ലേ ഇത് തന്നെ വാങ്ങിയത്. ആണോ? എന്നാൽ ഇങ്ങോട്ട് വന്നേ, ഞാനൊരു കൂട്ടം തരാം. അയ്യോ വേണ്ടായേ, എനിക്ക് വയ്യ, എനിക്ക് അടികൊള്ളാം. ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പെണ്ണിനെ കണ്ടപ്പോൾ അവന് മനസ്സ് നിറഞ്ഞു. മുല്ലപ്പൂ അവളുടെ മുടിയെ ചോടിച്ച് അവളുടെ കൈയും പിടിച്ചവൻ താഴേക്കിറങ്ങി. പിന്നെ എന്തോ ഓർത്ത പോലെ അവളുടെ കൈവിട്ട് രഞ്ജനോടി മുറിയിൽ കയറി. അത് കണ്ടും വായും പൊളിച്ച് ദേവു നിന്നു. ഇതെന്താ വട്ടാണോ ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കളിക്കാൻ? അതേസമയം അലമാരിയിൽ നിന്നും പച്ച ഷർട്ടും സ്വർണ്ണ കസവുമുള്ള മുണ്ട് ധരിക്കുന്ന തത്രപ്പാടിലായിരുന്നു രഞ്ജൻ. ഇന്നലെ എടുത്തൊന്ന് അയൺ ചെയ്യായിരുന്നു. അതിനാ കുരുപ്പിറങ്ങി ചെന്നപ്പോൾ അമ്മയും അച്ഛനും ഹാളിലിരിക്കുന്നുണ്ട്. അവരെ കണ്ടപാടെ അമ്മ ചോദിച്ചു, അല്ല ചട്ടിയും കലവും കൂടെ എങ്ങോട്ടാ? അച്ഛൻ അത് കേട്ടൊന്ന് ഞെട്ടി. പിന്നെ കുടുകൂടാ ചിരിക്കാൻ തുടങ്ങി. ഞങ്ങൾ രണ്ടാളും മിഴിച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ അമ്മയ്ക്കും ചിരി അടക്കാനായില്ല. രണ്ടുപേരും ചിരിക്കുന്ന കണ്ട് ആകെ ചമ്മി. അതമ്മേ, അമ്പലത്തിൽ പോകുന്നതൊക്കെ കൊള്ളാം. വരുമ്പോൾ രണ്ടുപേരും ഉണ്ടാവണം. അല്ലാതെ വഴക്കിട്ട് വല്ലവിടെയും വിട്ടിട്ട് പോന്നേക്കരുത്. ഒന്ന് നീട്ടി മൂളിക്കൊണ്ട് രഞ്ജൻ മുന്നിൽ നടന്നു. പിന്നിലായി ദേവു. ഇറങ്ങുന്നതിന് മുൻപ് അച്ഛനെയും അമ്മയും നോക്കി പുഞ്ചിരിക്കാൻ അവൾ മറന്നില്ല. കാറിൻ്റെ അടുത്തേക്ക് നീങ്ങുന്ന രഞ്ജനെ കണ്ടപ്പോൾ ദേവുവിന് ദേഷ്യം വന്നു. അവൾ മനസ്സിൽ വിചാരിച്ചു, അല്ല ഇങ്ങേർക്കിതെന്തിൻ്റെ കേടാ. കുടുംബത്തിലെ മുഴുവൻ ആളുകളെ കൊണ്ടുപോകുന്നില്ലല്ലോ. പിന്നെന്തിനാ കാറ്, ബൈക്ക് എടുത്ത് പോയാൽ പോരെ. ഇനിയിപ്പോൾ അത് ചോദിച്ച് ദേഷ്യം വരുമോ? വിരലിൽ സാരിയുടെ മുന്താണി വിരലിൽ ചുറ്റിക്കൊണ്ട് എന്തോ ആലോചിച്ച് നിൽക്കുന്ന ദേവുവിനെ കൊണ്ട് രഞ്ജൻ ബുള്ളറ്റിൽ കയറി. ദേവുട്ടി, നീ വരുന്നില്ലേ? ഏത് സ്വപ്നലോകത്താണ്? അവൻ്റെ ചോദ്യം കേട്ടപ്പോഴാണ് അവളും വേഗം ആലോചനയിൽ നിന്നും മുക്തയായത്. ഒരു ചിരിയോടെ നോക്കിയപ്പോൾ ബുള്ളറ്റിലിരിക്കുന്ന രഞ്ജനെ കണ്ടിട്ട് ഒരുപാട് സന്തോഷം തോന്നി. ഹോൺ മുഴക്കിക്കൊണ്ട് നിൽക്കുന്ന അവനോട് കൈകൊണ്ട് നിൽക്കാൻ ആംഗ്യം കാണിച്ചു. ദാ വരുന്നു, ഒരു മിനിറ്റ്. ബൈക്കിൽ കയറിയിരുന്ന് അവൻ്റെ തോളിൽ കൈവച്ച് രഞ്ജൻ അവളുടെ കൈകളെടുത്ത് വയറിലൂടെ ചുറ്റിപ്പിടിച്ചു. ദേവുവിൻ്റെ ചുണ്ടിലും ഒരു ചിരി പടർന്നു. ബൈക്കിൽ ഇരുന്ന് മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ അവളുടെ ഓർമ്മകൾ പിറകിലേക്ക് സഞ്ചരിച്ചു. ഉള്ള ദിവസങ്ങളിൽ പൂവിട്ട പ്രണയം എന്ന വസന്തം, മനസ്സ് മുഴുവൻ പ്രണയം ചാലിച്ച അവൻ്റെ വാക്കുകൾ. പക്ഷേ ഇതൊന്നും പരീക്ഷയെ ബാധിച്ചില്ല. ഇരുവരും നന്നായി പഠിച്ചു. ഓരോ വർഷവും സപ്ലൈ ഇല്ലാതെ പാസ്സായി. അവസാന വർഷമായപ്പോൾ അവൻ വീട്ടിലേക്ക് വന്നു. അച്ഛനോടും അമ്മയോടും സംസാരിച്ചു. അവർക്ക് എതിർപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ജോലി കിട്ടിക്കഴിഞ്ഞ് കല്യാണം കഴിക്കുകയുള്ളൂ എന്ന് രഞ്ജൻ പറഞ്ഞിരുന്നു. എന്നെ ജോലിക്ക് പോകുന്നതിൽ നിന്നും വിലക്കില്ല എന്ന് സമ്മതിച്ചു. അല്ലെങ്കിലും അവൻ എൻ്റെ ആഗ്രഹത്തിനൊക്കെ കൂടെ നിന്നിട്ടേ ഉള്ളൂ. ഒന്നിനും ഇന്ന് വരെ വേണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല. കോളേജിൽ പരിപാടികൾ നടക്കുമ്പോൾ ഞങ്ങൾ പ്രണയ ജോഡികളുടെ വക വയലിൻ ചിലങ്ക നൃത്തമുണ്ടാവും. അങ്ങനെ മിക്കവർക്കും കാര്യമറിയാം. ഗുൽമോഹർ മരത്തിൻ്റെ ചുവട്ടിൽ അവൻ്റെ തോളിൽ തല ചായച്ച് കിടക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം. ജോലി കെട്ടി കല്യാണം കഴിഞ്ഞു. പക്ഷെ കുറേ കാര്യങ്ങൾ മിസ് ചെയ്യുന്നു. ഓർമ്മകളിൽ നിന്ന് തിരികെ എത്തിയപ്പോൾ ദേവു അവൻ്റെ വയറിൽ ഒന്നുകൂടെ ചുറ്റിപ്പിടിച്ചു. രഞ്ജൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. ഓർമ്മകളിൽ നിന്നും അവൾ തിരികെ വന്നു എന്നവന് മനസ്സിലായി. കുറേ നേരമായി ചിന്തകളെ പറത്തി വിട്ടിരിക്കുന്ന അവളെ കണ്ടപ്പോൾ തന്നെ അവന് കാര്യം മനസ്സിലായി. എടോ ദേവു, അമ്പലം എത്തി, ഇറങ്ങിക്കേ, എനിക്ക് വയറ് വേദനിക്കുന്നു. വിട്, എന്ത് പിടുത്തമാണ് പെണ്ണേ. ചമ്മലോടെ ഞാൻ ബൈക്കിൽ നിന്നും ഇറങ്ങി. എന്നെ അവിടെ നിർത്തി രഞ്ജൻ ബൈക്ക് വെക്കാൻ പോയി. ബൈക്ക് വെച്ച് തിരികെ വന്ന് രഞ്ജൻ ദേവുവിൻ്റെ കൈയും ചേർത്ത് പിടിച്ച് അമ്പലത്തിലേക്ക് നടന്നു.
ഇണക്കുരുവികളെപ്പോലെ സ്നേഹം അവർക്കിടയിൽ വലയം ചെയ്തു. ഭഗവാന്റെ മുന്നിൽ നിന്ന് ഇരുവരും കണ്ണുകൾ അടച്ചു. മനസ്സിൽ ചിന്തിക്കുന്നത് മുഴുവൻ ഒരു കാര്യം മാത്രമായിരുന്നു. എന്നും ഇതുപോലെ മരണം വരെയും ചെറിയ ഇണക്കങ്ങളും പിണക്കങ്ങളുമായി ജീവിതത്തിൽ കൂട്ടായി കൂടെ ഉണ്ടാവണേ. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ രഞ്ജൻ അവളെ ഒരു കണ്ണു തുറന്നു ദേവുവിനെ നോക്കി. അവൾ അപ്പോഴും എന്തെല്ലാമോ പറയുന്നുണ്ട്. പെട്ടെന്നാണ് ദേവു ഇടക്കണ്ണിട്ട് രഞ്ജനെ നോക്കിയത്. ഇരുവരുടെയും കണ്ണുകൾ ഇടഞ്ഞു. കള്ളച്ചിരിയോടെ ഒരു ചമ്മലോടെ വീണ്ടും ഭഗവാനിലേക്ക് വീണ്ടും കണ്ണുകൾ പായിച്ചു. തൊഴുതിറങ്ങുമ്പോഴും അവളുടെ കൈകൾ അവൻ്റെ കൈക്കുള്ളിൽ ഭദ്രമായി തന്നെ തുടർന്നു. ബൈക്കിൽ കയറി യാത്ര പോകുമ്പോൾ വീട്ടിലേക്കുള്ള വഴിയല്ല എന്ന് പെട്ടെന്നാണ് ദേവു ശ്രദ്ധിച്ചു. അല്ല, വഴി മാറിപ്പോയി രഞ്ജൻ. എന്താ, എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? അമ്മ തിരക്കും. വീട്ടിലേക്ക് പോകാം പ്ലീസ്. അയ്യേ, ഇവളിതെന്തു പെണ്ണാ? ഡോ, ഞാൻ ഇറങ്ങുമ്പോഴേ അമ്മയോട് പറഞ്ഞിട്ടാണ് വന്നത്, ഇന്ന് നമ്മൾ ചെല്ലുമ്പോൾ വൈകുമെന്ന്. പ്രേമിക്കുന്ന സമയത്ത് പോലും നീ എൻ്റെ കൂടെ കറങ്ങാൻ വന്നിട്ടില്ല. ഇപ്പോൾ കൊണ്ടുപോകാമെന്ന് വെച്ചപ്പോൾ അവളുടെ ജാട. ഓരോ പെൺപിള്ളേർ ഭർത്താവിൻ്റെ കൂടെ പോകാൻ എത്ര കൊതിക്കുന്നു. ഇതിപ്പോൾ ഞാൻ കൊണ്ടുപോകുന്നതായ പ്രശ്നം. പറഞ്ഞു തീരും മുമ്പേ അവൻ്റെ കവളിൽ പെട്ടെന്ന് അവളുടെ ചുണ്ടുകൾ അമർന്നു. നേരെ രഞ്ജൻ ബൈക്ക് നിർത്തിയത് ഒരു ഹോട്ടലിൻ്റെ മുന്നിലായിരുന്നു. ഇരുവരും അകത്ത് കയറി ആഹാരമൊക്കെ കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. ഇനി എങ്ങോട്ടാണേലും കുഴപ്പമില്ല, എൻ്റെ കലിപ്പൻ്റെ കൂടെയല്ലേ. അതും പറഞ്ഞ് ചിരിക്കുന്ന അവളെ അവൻ നോക്കി മീശ വിരിച്ചു. ആരാടി കലിപ്പൻ? ഞാനോ? അതും ചോദിച്ച് ആരും കാണാതെ അവളുടെ ഇടുപ്പിൽ ചെറുതായി അവൻ നുള്ളി നോവിച്ചു. ആ, നിക്ക് വീടെത്തട്ടെ, പലിശ സഹിതം തിരിച്ചു തരാം കേട്ടോ കലിപ്പ. അവൾ അത് പറഞ്ഞപ്പോൾ രഞ്ജൻ ചിരിക്കുകയായിരുന്നു. മുഖം വീർപ്പിച്ച് ബൈക്കിൽ കയറിയ അവളെയും കൊണ്ട് രഞ്ജൻ പിന്നെ പോയത് അവളുടെ വീട്ടിലേക്കായിരുന്നു. ആരും തന്നെ പ്രതീക്ഷിച്ചിരുന്നില്ല അവരുടെ വരവ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് സന്തോഷമായി. രണ്ടുപേരുടെയും കാലിൽ വീണ് അനുഗ്രഹം വാങ്ങുന്ന രഞ്ജനെ കണ്ടപ്പോൾ ദേവുവിൻ്റെ കണ്ണ് നിറഞ്ഞു. അമ്മയും അച്ഛനും നിറമനസാലെ അവനെ അനുഗ്രഹിച്ചു. രഞ്ജൻ അവളുടെ മുറിയിലേക്ക് കയറി. മനോഹരമായ മുറി. അടുക്കി വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾ, ചുമരിൽ തൂക്കിയ ചില പെയിൻറ്റിങ്ങുകൾ, ജനലരികെ വെച്ചിരിക്കുന്ന ചില ബോട്ടിൽ ആർട്ട് ചെയ്ത ബിയർ ബോട്ടിലുകൾ ഓരോന്നിലും സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്നു. മുറിയിലേക്ക് കടന്നു വന്ന ദേവു അവനെ നോക്കി നിന്നു. അപ്പോഴേക്കും അവൻ തിരിഞ്ഞു. ഡോ, താൻ ആള് കൊള്ളാലോ, ഓരോന്നും വ്യത്യസ്തമായിട്ടുണ്ട്. ഇനി നമ്മുടെ വീട്ടിലുമൊക്കെ ചെയ്തു വെക്കണം കേട്ടോ. അതിനെന്താ, ചെയ്യാമല്ലോ. ചിരിയോടെ അവൾ അവന് മറുപടി നൽകി. അവളുടെ സൗന്ദര്യം അവനെ കുറേ നേരമായി മത്തു പിടിപ്പിക്കുകയായിരുന്നു. രഞ്ജൻ മുറിയുടെ വാതിലടച്ചു. ദേവു അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. പെട്ടെന്നുള്ള അവൻ്റെ ഭാവമാറ്റം അവളിൽ ഒരു ഉൾഭയമുണ്ടാക്കി. രഞ്ജൻ ദേവുവിൻ്റെ നേർക്ക് നടക്കും. അവൾ അതനുസരിച്ച് പതിയെ പിറകിലേക്ക് നടന്നു. നടന്ന് ചുമരിൽ തട്ടി ദേവു നിന്നു. രഞ്ജൻ അവളുടെ കവിളിൽ തലോടി പെട്ടെന്ന് ചുംബിച്ചു. നാണം കൊണ്ട് അവളുടെ മുഖം ചെമ്പനീർ പൂവ് പോലെ ചുവന്നു തൊടുത്തു. മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടിയിഴകൾ പതിയെ ചെവിയുടെ പിറകിലേക്ക് മാറ്റി കൈകൾ കൊണ്ട് മുഖം അവനിലേക്ക് അടുപ്പിച്ചു. രഞ്ജൻ്റെ ശ്വാസം അവളിലേക്ക് തട്ടിയപ്പോൾ ആമ്പൽപ്പൂ മുട്ടുപോലെ അവളുടെ മിഴികൾ കൂമ്പി. രഞ്ജൻ്റെ ചുണ്ടുകൾ കഴുത്തിലെ മറുകിലേക്ക് അമർന്നപ്പോഴേക്കും അവളുടെ കൈകൾ അവനെ ചുറ്റി വരിഞ്ഞു. പ്രണയാർദ്രമായ നിമിഷങ്ങൾ സമ്മാനിച്ചുകൊണ്ട് അവർ പുളകിതരായി. ആടി ഉലഞ്ഞ മുടിയും മാടി ഒതുക്കി അവൻ്റെ നെഞ്ചിൻ്റെ താളം കേട്ട് കുറച്ചു നേരം ദേവു കിടന്നു. അവളെ തഴുകി അവരും. വൈകുന്നേരമായപ്പോൾ ഇരുവരും യാത്ര പറഞ്ഞിറങ്ങി. സായം സന്ധ്യയിൽ സൂര്യൻ കടലിലേക്ക് യാത്ര തുടർന്നു. രഞ്ജൻ അവളുടെ കൈകൾ പിടിച്ച് മണലിലിരിക്കുകയായിരുന്നു. ഇടയ്ക്കിടെ ദേവു അവരുടെ പേര് മണലിൽ എഴുതുമായിരുന്നു. രഞ്ജി, ഞാനൊരു കൂട്ടം പറയട്ടെ, കളിയാക്കരുത് കേട്ടോ. ഓ ആയിക്കോട്ടെ, നീ പറ ദേവു, ഞാൻ കളിയാക്കില്ല. സത്യം, ഈ മയിൽപ്പീലി തണ്ടുപോലെ കാത്തുവെച്ച് നിന്നെ ഞാൻ മനസ്സിൻ്റെ ഉള്ളിൽ പ്രണയമായി നീ എന്നിൽ പെയ്തപ്പോൾ മണ്ണിലെന്ന പോലെ നീ എന്നിൽ അലിഞ്ഞില്ലാതായി. മറക്കില്ലൊരിക്കലും നിന്നെ ഞാൻ മറയാതെ മായാതെ നിന്നോർമ്മയിൽ ഞാൻ പുനർജനിക്കും പ്രണയമായി. നീ എന്നിലും ഞാൻ നിന്നിലും പ്രണയമായി. കൊള്ളാലോ പെണ്ണെ, പിന്നെ ഈ ജന്മം മുഴുവൻ തീരട്ടെ എന്നിലെ അല്ലേ, എന്നിട്ടല്ലേ പുനർജന്മം. ഈ ജന്മം മുഴുവൻ നിന്നെ സ്നേഹിക്കണം. നിന്റെ കൈകൾ എന്നും ഇതുപോലെ എൻ്റെ കൈകൾ കൊണ്ട് ചേർത്തു പിടിച്ച് ചുണ്ടുകൾ കൊണ്ട് നിന്മീനെ ചിത്രം വരച്ച് അങ്ങനെ. അയ്യോ, ഈ രഞ്ജൻ്റെ കാര്യം നാണമില്ലേ ഇങ്ങനെ ഓരോന്ന് പറയാൻ? പ്രേമം തലയ്ക്ക് പിടിച്ചോ? അതും പറഞ്ഞ് നാണത്തോടെ ചിരിക്കുന്ന അവളുടെ മുഖം രഞ്ജൻ മനസ്സിൽ ഒപ്പിയെടുത്തു. എന്താ നോക്കുന്നേ? എടി പെണ്ണെ, നിന്നെ കാണാൻ എന്ത് ചേലാ. മുഖത്ത് നാണം ഓടി വന്നു മറയുന്നത് കണ്ടപ്പോൾ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. കാറ്റിലിടയ്ക്കിടെ അവളുടെ മുടി പാറി അവൻ്റെ മുഖത്തേക്ക് വീണു. അവനും അത് ആസ്വദിച്ചുകൊണ്ട് അവളെയും ചേർത്ത് പിടിച്ചിരുന്നു. കുറേ നേരത്തിന് ശേഷം തിരികെ വീട്ടിലേക്ക് പോകുന്ന വഴി പെട്ടെന്നാണ് ഒരു പട്ടി കുറുകെ ചാടിയത്. നിയന്ത്രണം വിട്ട് ബൈക്ക് മറിഞ്ഞു.
ഇരുവരും വീണു. ദേവു വീണതും പോസ്റ്റിൽ തലയടിച്ചതും ഒക്കെ രഞ്ജൻ കണ്ടു. കാലിൽ ബൈക്ക് വീണത് കാരണം അവൻ എഴുന്നേൽക്കാൻ പോലും കഴിയാതെ കിടന്നു. അവളുടെ തലയിലൂടെ ഒലിച്ചിറങ്ങുന്ന രക്തം അവനെ ഭ്രാന്ത് പിടിപ്പിച്ചു. കണ്ണുകൾ അടയുമ്പോഴും ദേവു അവനെ തന്നെ വിളിച്ചുകൊണ്ടിരുന്നു. അവളുടെ ബോധം പൂർണ്ണമായും മറിഞ്ഞു. അവൻ്റെ നിലവിളി അവിടെ ആകെ മുഴുകി. ആളുകൾ ഓടിക്കൂടി ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചു. ആംബുലൻസിൽ പോകുമ്പോൾ നെഞ്ചു നീറി രഞ്ജൻ ദേവുവിനെ വിളിച്ചുകൊണ്ടിരുന്നു. ബോധം മറഞ്ഞുപോയ അവളിൽ നിന്ന് ഒരു ചലനം പോലും ശേഷിച്ചില്ല. നിറഞ്ഞൊഴുകുന്ന കണ്ണുകളുമായി പ്രിയതമയ്ക്ക് കൂട്ടിരിക്കുമ്പോഴും അവൻ്റെ മനസ്സിൽ പേടി ഉടലെടുത്തു. ഈശ്വരൻ, മണിക്കൂറുകളുടെ സന്തോഷം മാത്രം ബാക്കി വെച്ച് എന്നെ ഇവളിൽ നിന്നും അകറ്റി നിർത്തരുതേ. സ്നേഹിച്ച് കൊതി തീരാത്ത ഹൃദയങ്ങളാണ്. തിരിച്ചു തരണേ ഭഗവാനെ. കണ്ണുനീർ ധാരധാരയായി ഒഴുകി. കൈക്കും കാലിലും മുഖത്തും ഒക്കെ മുറിവുകളുണ്ടെങ്കിലും രഞ്ജന് വേദന തോന്നിയില്ല. അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി അവൻ ഇരുന്ന് മിഴികൾ തുറന്ന് ഒന്ന് കാണാൻ കൊതിച്ചുകൊണ്ട്. ശ്വാസത്തിൻ്റെ നേരിയ ചലനം മാത്രമാണ് ദേവുവിൽ ബാക്കിയായത്. ആശുപത്രി എത്തി. അവളെ വേഗം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റി. രഞ്ജൻ്റെ കാലൊടിഞ്ഞിരുന്നു. മറ്റു മുറിവുകളുമൊക്കെ ഡ്രസ് ചെയ്തു. രഞ്ജൻ അസ്വസ്ഥനായിരുന്നു. ദേവുവിനെപ്പറ്റി ഒന്നും അറിയാതെ ഉഴലുന്ന മനസ്സുമായി അവൻ സമയം തള്ളി നീക്കി. തിയേറ്ററിൻ്റെ വാതിൽ തുറന്നു വന്ന ഡോക്ടറുടെ മുഖത്ത് പ്രതീക്ഷകളുടെ പൊൻകണി കണ്ടപ്പോൾ അവന് സമാധാനമായി. വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് രഞ്ജൻ ദേവുവിൻ്റെ കാര്യങ്ങൾ ചോദിച്ചു. ഡോക്ടർ മറുപടി പറഞ്ഞു. സി മിസ്റ്റർ രഞ്ജൻ, ദേവിക അപകടനില തരണം ചെയ്തു. ജീവൻ ആപത്തൊന്നുമില്ല എങ്കിലും. രഞ്ജൻ്റെ ശ്വാസോച്ഛ്വാസം ഉയർന്നു വന്നു. എന്താ ഡോക്ടർ, പറയൂ. അത് പിന്നെ അവർ ഇനി ഒരു സാധാരണ ജീവിതം നയിക്കുമോ എന്നത് പറയാൻ കഴിയില്ല. തലയിലേറ്റ ക്ഷതം കാരണം നാഡീഞരമ്പുകൾ തളർന്നുപോയി. ശരീരം തളർന്നു. അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും, പക്ഷെ നടക്കാനോ ഒന്നും പറ്റില്ല. സംസാരശേഷി തിരികെ കൊണ്ടുവരാൻ സമയമെടുക്കും. ചലനശേഷി, അത് ഞങ്ങൾക്കൊരു ഉറപ്പും തരാൻ കഴിയില്ല രഞ്ജൻ. ഐ ആം സോറി. കണ്ണീരോടെ ഇരിക്കുന്ന അവൻ്റെ തോളിൽ കൈവച്ച് ഡോക്ടർ നടന്നകന്നു. എനിക്കൊന്ന് അവളെ കാണണമെന്നുണ്ട് ഡോക്ടർ. തിരിഞ്ഞു നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ആവാം, പക്ഷെ കുറച്ചു നേരം കഴിയട്ടെ. ഒബ്സർവേഷനിലാണ്. മൗനമായി രഞ്ജൻ മുഖം താഴ്ത്തി. അപ്പോഴേക്കും വീട്ടുകാർ അറിഞ്ഞു. അങ്ങോട്ടേക്ക് ഓടിയെത്തി. എല്ലാവരുടെയും മുഖം കരഞ്ഞു വീർത്തിരുന്നു. അവരെ നോക്കി വെറുതെ പുഞ്ചിരിക്കാൻ ശ്രമിച്ചുവെങ്കിലും കണ്ണുകൾ കലങ്ങി ചുവന്നു. അവനെയും കൊണ്ട് റൂമിൽ കിടത്തി അവർ ഡോക്ടറോട് സംസാരിക്കാൻ പോയി. നാളുകൾ കടന്നുപോയി. രഞ്ജൻ ഏതു നേരവും ദേവുവിൻ്റെ കൂടെ നിന്നു. സംസാരശേഷി നഷ്ടപ്പെട്ട് അവളുടെ കണ്ണുകൾ മാത്രം ഇടയ്ക്കിടെ പെയ്തിറങ്ങും. അപ്പോഴെല്ലാം അവൻ അവളെ ചേർത്ത് പിടിച്ചു കിടക്കും. വീൽ ചെയറിൽ അവളെ ഇരുത്തി വീടിന് ചുറ്റും നടക്കുമ്പോൾ അവനും അവളെ കാണാതെ കരയും. ഇടയ്ക്ക് അവൾക്കിഷ്ടമുള്ള പാട്ട് അവൾക്കായി മൂളും. നിന്റെ നൂപുരമാർ, എന്തിന് വേറൊരു സൂര്യോദയം, നീ എൻ പൊന്നുഷ സന്ധ്യയല്ലേ, എന്തിന് വേറൊരു മധുവസന്തം, ഇന്ന് നീ എന്നരികിലില്ലേ. നിന്റെ നൂപുര മർമ്മരം ഒന്ന് കേൾക്കാനായി വന്ന് ഞാൻ, നിന്റെ സാന്ത്വന വേണുവിൽ രാഗലോലമായ ജീവിതം, നീ എൻ്റെ ആനന്ദ നീലാംബരി, നീ എന്നും അണയാത്ത ദീപാഞ്ജലി. തങ്ങളുടെ ജീവിതവുമായി ഏറെ സാമ്യമുള്ള പാട്ട് പാടുമ്പോഴും അവളുടെ കണ്ണുകൾ ചുവന്നു പൂക്കും. പ്രണയത്തിൻ്റെ ഗുൽമോഹർ പൂക്കൾ പോലെ. അവനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും ആവാതെ വിങ്ങും. ഒരു ചുംബനം നൽകാൻ പോലും ആവാതെ, ഒരു പെണ്ണിൻ്റെ കടമ പോലും തീർക്കാൻ കഴിയാതെ ഒഴിലുമ്പോഴും അവൻ അവളുടെ ധൈര്യമാവും. ഇതൊക്കെ കണ്ട് അമ്മയ്ക്ക് സങ്കടം സഹിക്കാതെ വന്നപ്പോൾ അവനോട് പറഞ്ഞു. മോനെ, ഇനിയും എത്ര കാലം നമ്മൾ ഇവളെയും കൂട്ടി ആശുപത്രിയൊക്കെ പോയി കഴിയും. ഞങ്ങൾക്കും പേരക്കുട്ടികളെ കളിപ്പിക്കാനുള്ള മോഹമുണ്ട്. നിനക്ക് വേറെ. അമ്മ എന്താണ് പറയുന്നത് എന്ന് വല്ല നിശ്ചയവുമുണ്ടോ? അമ്മയുടെ സ്വന്തം മകൾക്കാണ് ഗതി വന്നതെങ്കിൽ ഇത് തന്നെ പറയുമോ? എന്ത് മനസ്സാണ് നിങ്ങളുടെയൊക്കെ. ഇനി മേലാൽ ഇങ്ങനെ ഒരാവശ്യം പറഞ്ഞ് എൻ്റെ മുന്നിൽ വരരുത്. ശബ്ദമുയർത്തി സംസാരിക്കുമ്പോഴും അവൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. മകനെ ചേർത്ത് പിടിച്ച അമ്മ മാപ്പ് പറഞ്ഞു. പിന്നീടുള്ള ദിവസങ്ങളിൽ അവൻ കാത്തിരിക്കുകയാണ് അവളുടെ തിരിച്ചു വരവിന്. അവളുടെ എല്ലാ കാര്യവും ചെയ്തു കൊടുത്ത് വീണ്ടും അവൻ ജോലിക്ക് പോയി തുടങ്ങി. ബാക്കിയുള്ള സമയം അവളുടെ അമ്മയോ അവൻ്റെ അമ്മയോ എല്ലാം നോക്കും. അവളെ വിരഹത്തിൻ്റെ ലോകത്ത് നിന്ന് തിരികെ കൊണ്ടുവരാൻ കഴിവതും ശ്രമിച്ചു. അത് ഫലം കണ്ടു. ഒരുപാട് പ്രയത്നങ്ങൾക്കൊടുവിൽ അവൾക്കിപ്പോൾ സംസാരിക്കാം. കാലുകൾക്ക് നേരിയ ചലനം പറ്റുന്നുണ്ട്. ഇടയ്ക്കിടെ നൃത്തത്തെ പ്രണയിച്ചവൾ ചിലങ്ക കാണുമ്പോൾ മാത്രം സങ്കടം തികട്ടി വരും. അങ്ങനെ ഒരു നാൾ അവളുടെ വാക്കുകൾ അവൻ പകർത്തി. പ്രണയമാണ് ചിലങ്കി നിന്നോട്, അഭിനിവേശമാണ് നിന്റെ ശബ്ദത്തിനോട്. നേടാൻ കൊതിച്ച് നേടിയതാണ്, എന്നാൽ ഇന്ന് അണിയാൻ കഴിയാതെ പോയതാണ് നിന്നെ. ഇന്നും അണയാത്ത ആഗ്രഹമായി ഇന്നും മനസ്സിൽ വരികൾ കൊണ്ട് വസന്തം തീർക്കുവാൻ അവനും അവൾക്ക്
തണലായി കൂടെ നിന്നു. അവളുടെ ഈ വാക്കുകൾ കൊണ്ട് കഥകളുടെ ലോകം രഞ്ജൻ അവൾക്കായി പണിതു നൽകി. മാഡം, ഇന്ന് ഇങ്ങനെ ഒരു വേദി അഭിമുഖീകരിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? വീണുപോയ എന്നെ വീണ്ടും കൈപിടിച്ച് കൂടെ നിർത്തിയ ആളുടെ അഭാവമാണിവിടെ. ഞാനിപ്പോൾ ശൂന്യമാണ്. എൻ്റെ കൂട്ടുകാരനല്ല, പാതിയായ രഞ്ജൻ വേദിയിലേക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും വരൂ സാർ, പ്ലീസ്. വേദിയിലേക്ക് കടന്നു വന്ന രഞ്ജൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് ദേവു പറഞ്ഞു, ഇതെൻ്റെ പുനർജന്മമാണ്. തളർന്നു പോയ എന്നെ ഈ നിലയിലെത്തിച്ച എല്ലാവർക്കും നന്ദി. ഇനിയും ഞാൻ തിരികെ വരും, നടക്കണം. എനിക്ക് വാശിയാണ്. എൻ്റെ കൂടെ രഞ്ജൻ ഉള്ള കാലം വരെ ഞാൻ ജയിക്കും. എല്ലാത്തിൽ നിന്നും മനസ്സിനെ തിരികെ കൊണ്ടുവരും. ഭാഗ്യവതിയാണ് ഞാൻ, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്നവരുടെ ഇടയിൽ ഒരു പൈതലിനെ പോലെ. അവൻ്റെ കൈകളിൽ അവൾ ചുംബിച്ചു. രഞ്ജൻ വീൽ ചെയർ കൊണ്ട് വേദിയിൽ നിന്നിറങ്ങി. അപ്പോഴും ദേവിൻ്റെ കൈകളിൽ മികച്ച സാഹിത്യകാരി എന്ന പുരസ്കാരം നെഞ്ചോട് ചേർന്നുണ്ടായിരുന്നു. രാത്രി അവൻ്റെ അരികിൽ കിടക്കുമ്പോൾ ദേവു കാതുകളിൽ മന്ത്രിച്ചു, ഈ മയിൽപ്പീലി തണ്ടുപോലെ കാത്തുവെച്ച് നിന്നെ ഞാൻ മനസ്സിനുള്ളിൽ പ്രണയമായി. നീ എന്നിൽ പെയ്തപ്പോൾ മണ്ണിൽ എന്നെപ്പോലെ നീ എന്നിൽ അലിഞ്ഞില്ലാതെയായി. മറക്കില്ലൊരിക്കലും നിന്നെ ഞാൻ, മറയാതെ മായാതെ നിന്നോർമ്മയിൽ ഞാൻ പുനർജനിക്കും. പ്രണയമായി നീ എന്നിലും ഞാൻ നിന്നിലും പ്രണയമായി.